Watch India's largest kids library only on Jio Hotstar. Download the app now. എന്താ ചെയ്യുന്നേ നിങ്ങൾ ഈച്ചേനെയാണോ തല്ലുന്നത് അതോ എന്നെയോ? നിർത്തടാ. ഇന്നാ പിടിച്ചോ നിന്റെ സ്നീസിംഗ് സ്പ്രേ. നീ എന്നോട് പറഞ്ഞില്ല നിനക്ക് വേണമെന്ന്. ഇതിനെ ഉണ്ടാക്കാൻ എനിക്ക് 5 കോടി രൂപ ചെലവ് ചെയ്യേണ്ടതായിട്ട് വന്നു. എനിക്ക് ഇപ്പൊ അത് വേണം നിന്റെ കയ്യിൽ നിന്ന്. ഓക്കെ വൈറസ്, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ അതിനു മുന്നേ എനിക്ക് ഈ സ്പ്രേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നീ ഇങ്ങനത്തെ ഒരു കൂട്ടുകാരനാണല്ലോടെ ജോണേ. ഞാൻ എനിക്ക് കിട്ടാനുള്ള പണം വിട്ട് കളിക്കില്ല. ആദ്യം ഈ ഡോങ്കിനെ വരട്ടിനടാ. നമ്പർ 1, നമ്പർ 2. അതേ മോട്ടു, എന്തായത്? രാത്രി എന്തിനാ ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുന്നത്? ഉറങ്ങിക്കോ, ഒന്നും ആലോചിക്കാണ്ട് ഉറങ്ങിക്കോ. പത്തലു, ഇത്രയും സൂര്യ വെളിച്ചം ഇതെങ്ങനെ വീട്ടിനകത്തേക്ക് വരുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ജനവാതിൽ അടയ്ക്കേ, ജനവാതിൽ അടയ്ക്കാൻ. മോട്ടു, കണ്ണു തുറന്ന് നോക്ക്. നിന്റെ വീട്ടിലെ ചുമര്, ജനല്, റൂഫ് അങ്ങനെ ഒന്നുമില്ല, എല്ലാം പൊളിഞ്ഞു പോയി. എന്ത്? എന്താ? അതേ മോട്ടു, നമ്മുടെ വീട് എവിടെ? സാധനങ്ങളൊക്കെ എവിടെ പോയി? ബോക്സർ ചേട്ടാ, ബോക്സർ ചേട്ടാ, എന്താ സംഭവിച്ചെന്ന് വലുതും അറിയാം? അതെ, എനിക്ക് എങ്ങനെ അറിയാനാ? രാത്രി മുഴുവൻ മോട്ടു ഉറക്കെ തുമ്മുന്നത് മാത്രം എനിക്ക് കേട്ടായിരുന്നു. രാവിലെ പുറത്തു വന്ന് നോക്കിയപ്പോ നിങ്ങൾ ഇങ്ങനെ വേലത്ത് കിടന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടു. അതെ മോട്ടു, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ തുമ്മിയത്? ബോക്സർ ചേട്ടാ, എനിക്ക് തോന്നുന്നു ഇന്നലെ എനിക്ക് ഭയങ്കര ജലദോഷമായിരുന്നു. ഇപ്പൊ നീ കാരണം എനിക്ക് എന്താ പറ്റിയത് കണ്ടില്ലേ? എന്നെ താഴത്തോട്ട് ഇറക്ക. സോറി ബോക്സർ ചേട്ടാ, പക്ഷെ ഞാൻ നിങ്ങളെ താഴെ ഇറക്കില്ല. നിങ്ങൾ എന്നെ വല്ലാതെ അടിക്കും. ഇറക്കി വിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലി കൊല്ലും. ഇറക്കി വിടാനാ പറഞ്ഞത്. മോട്ടു, ഇറക്കി വിട്, മര്യാദക്ക് ഇറക്കി വിടാൻ. ഇപ്പൊ മോട്ടു ഉറങ്ങാൻ തുടങ്ങിയാൽ എല്ലാവരും തൊള്ള വിളിക്കാൻ തുടങ്ങും. മോട്ടു പത്ലൂന് എങ്ങനെ ഒരു അവസ്ഥ വന്നു കണ്ടില്ലേ? എന്തെന്ന് വെച്ചാൽ ഞാൻ മോട്ടുവിന്റെ മൂക്കിൽ ഈ സ്പ്രേ അടിച്ചതാണ് കാരണം. മോട്ട് ശ്വാസം വിടുന്നതിനെക്കാട്ടിലും തുമ്മുന്നതായിരിക്കും അധികം. അത് ശരി, അപ്പൊ എനിക്ക് സംഭവിച്ചതിനൊക്കെ നീയാണ് കാരണം അല്ലേ? ജോൺ, നിന്നെ ഞാൻ വെറുതെ വിടൂല, നോക്കിയോ? വെറുതെ വിടൂ. പത്ലു, എനിക്ക് തുമ്മൽ വരുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് സമൂസകൾ കഴിച്ചേക്കാം. തുമ്മല വരുന്നത് നിങ്ങളുമായിട്ട് എന്താ ബന്ധം മോട്ടു? ഒന്നുമില്ല. ആദ്യം കുറച്ച് സമൂസകൾ വേഗം ഇങ്ങതാ. എന്നാ ഇത് പിടിച്ചോ. മോട്ടു, വേഗം ആകട്ടെ, നമുക്ക് ഡോക്ടർ ജഡ്കർ അടുത്ത് പോണം. ഇപ്പോൾ നടക്കുമ്പോൾ താഴേക്ക് മാത്രം നോക്കിയാ മതി. ശരിയാണ് പറഞ്ഞത് പത്ലു. ഞാൻ ഇടത്തേക്കും വലത്തേക്കും ഒന്നും നോക്കാൻ പോകുന്നില്ല. നേരെ നോക്കിക്കോളാം. നേരെ താഴെ. കണ്ടില്ലേ, താഴേക്ക് നോക്കി നടന്നാൽ ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒന്നും സംഭവിച്ചില്ലല്ലോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സംഭവിക്കാനാ? ഞാൻ പറന്നുകൊണ്ടിരിക്കുവല്ലേ പത്ലു. എന്ത് കഷ്ടം നോക്കിയേ. ഇന്ന് രാവിലെ തൊട്ട് വെയിലേ അടിച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ വൈകുന്നേരം ആവാറായി. ഇനി എങ്ങനെ ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടാനാണ്? കണ്ടില്ലേ, മോട്ടു ദേ പറന്നു വരുന്നു. എന്താ ഇത്?
അയ്യോ എന്റെ തുണിയെല്ലാം പറന്നു പോകുന്നേ. സോറി സോറി, എന്ത് ചെയ്യാനാ? ഈ തുമ്മൽ നിർത്താൻ പറ്റുന്നില്ലല്ലോ. ഛീ. ഇപ്പൊ ഈ തുണി തിരുമ്പുന്നവരൊക്കെ മോട്ടുവിനെയാണ് തിരുമ്പാൻ പോകുന്നത്. അവനെ തിരുമ്പി ഉണക്കാനും ഇടും. കണ്ടോ മോട്ടുവിനെ കാണാൻ എന്ത് രസമുണ്ടെന്ന്. അടിപൊളി. അതെ മോട്ടു, നീ ഇത് എങ്ങോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? അതില് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ തുമ്മൽ എന്റെ ജീവന് തന്നെ അപകടമായി മാറിയിരിക്കുകയാണ്. വേഗത്തിൽ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോവാം. വേഗം വരൂ. ഇന്ന് എന്റെ സ്വപ്നം പൂർണ്ണമാകുന്നത് കണ്ടുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. ഈ കോളനി ജീവിക്കാൻ ഒരു വീട് പോലും അവനവരില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു കോളനിയാണ്. കോളനി റീഡെവലപ്മെന്റിന്റെ ജോലികളെല്ലാം ഭംഗിയായിട്ട് പൂർത്തിയായി. അതുകൊണ്ട് തന്നെ എല്ലാവരോടും എന്റെ നന്ദി ഞാൻ എന്റെ ഹൃദയപൂർവ്വം രേഖപ്പെടുത്തുന്നു. മന്ത്രി സാറേ, ഇതൊരു നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത് കേട്ടോ. ഈ കോളനിയില് ഇത്രയും പേർക്ക് നിങ്ങൾ വീട് വെച്ച് കൊടുക്കാന്ന് വെച്ചാൽ നല്ല കാര്യമല്ലേ? വേണ്ട മോട്ടു, വേണ്ട മോട്ടു, മോട്ടു മോട്ടു വേണ്ട, തുമ്മല്ലേ മോട്ടു, മോട്ടു. ഛീ. ബദലു, എന്റെ വാക്കുകൊണ്ട് തന്നെ ഈ വീടുകളൊക്കെ നശിച്ചു പോയി. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യൂ. മോട്ടു കരഞ്ഞത് കൊണ്ട് ഒരു കാര്യവും എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഇവിടുന്ന് ഓടുന്നതായിരിക്കും നല്ലത്. ജോണാകാൻ പോകുന്നു ഡോൺ, ജോണാകാൻ പോകുന്നു ഡോൺ. ഇവിടുത്തെ എല്ലാ വീടും മോട്ടു പറപ്പിച്ചില്ലേ. ഇനി അവനെ കൊണ്ട് വീട്ടിലേക്കും പോവാൻ പറ്റില്ല, കാട്ടിലേക്കും പോവാൻ പറ്റില്ല. വലിയേട്ടാ ഹെൽപ്പ് ചെയ്യൂ, എന്നെ സഹായിക്കൂ. എനിക്ക് എന്റെ ഈ തുമ്മൽ നിർത്താൻ എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരൂ. എടാ എന്റെ ചങ്കേന്റെ ബ്രോ, വെറും തുമ്മലല്ലേ, അത് നിന്നോളൂ. ഞാനിപ്പോ തന്നെ നിനക്ക് ആന്റിഡോട്ട് തരാം. അതിനുശേഷം അത് ശരിയാവും. പക്ഷെ അതിനു മുന്നേ നീ എനിക്കൊന്ന് തുമ്പി കാണിച്ചു തരണം. നീ എങ്ങനെയാ തുമ്മുന്നേന്ന് എനിക്കൊന്ന് കാണിച്ചു തരണം. ആ എന്റെ ചങ്കി എന്റെ ബ്രോ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? ഇതെന്തൊരു തുമ്മലാണ്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനൊരു തുമ്മല് കണ്ടിട്ടേ ഇല്ല. സോറി വലിയേട്ടാ, വെരി സോറി. നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല. നിങ്ങൾ എല്ലാവരും പ്ലീസ് പ്ലീസ് ഒന്ന് ദേഷ്യപ്പെടാതിരിക്കൂ. കാര്യം മോട്ടു ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്, മനസ്സിലായോ? അതേ കൂട്ടുകാരെ, ഇതിന്റെയൊക്കെ പുറകില് ആ ജോണിന്റെ കളികളാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തുമ്മിക്കൊണ്ടേയിരിക്കുന്നത്. സത്യത്തിൽ ഞാനത് പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മോട്ടു, ഞങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പണി എളുപ്പമായി കിട്ടിയെന്നേ. ഞങ്ങൾ കല്യാണത്തിന് ആവശ്യമുള്ള തുണികളെല്ലാം എത്തിക്കാനിരിക്കായിരുന്നു. പക്ഷെ 4 ദിവസമായിട്ട് തുണിയൊന്നും ഉണങ്ങിയിട്ടേ ഇല്ല. പക്ഷേ നീ വന്ന് ഒരു തുമ്മലിൽ തന്നെ എല്ലാ തുണിയും ഉണക്കി കളഞ്ഞില്ലേ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. അതേ മോട്ടോ, ഞാനും നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കോളനി വീടുകൾ നശിച്ചുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, അത് വളരെ വീക്കായിട്ടാണ് ഉണ്ടാക്കിയിരുന്നതെന്ന്. ഒരു തുമ്മല് പോലും അതിന് താങ്ങാൻ പറ്റിയില്ല അത്രേ. അങ്ങനെ ആകുമ്പോ ഒരു കൊടുങ്കാറ്റ് അത് എങ്ങനെ താങ്ങും? ഇനിയിപ്പൊ മനുഷ്യന്മാർ ആ കോളനിയിൽ താമസിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ എത്ര ജീവനായിരുന്നേനെ ഞാൻ ഉത്തരം പറയേണ്ടത്. ഞാൻ ആ കോൺട്രാക്ടറിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു കേസ് ഇടാൻ പോവാ. ചേടാ, എന്താ എല്ലാം തലകീഴായി മാറിയത്? ഞാൻ വിചാരിച്ചത് എല്ലാവരും മോട്ടോനെ അടിച്ച് തല്ലി തിരുമുമെന്നല്ലേ. പക്ഷെ ഇപ്പോൾ എല്ലാവരും അവന് വേണ്ടി കൈയടിക്കുകയാണല്ലോ.
മോട്ടു നിക്ക്, ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യോ. പത്തുലു, എനിക്ക് വല്ലാണ്ട് തുമ്മൽ വരുന്നുണ്ടല്ലോ. എന്താ ചെയ്യാ? തല അങ്ങോട്ട് തിരിക്ക്, ജോൺ അവിടെയാണുള്ളത്. ഓ, ശ്ശേ. എന്നെ ആരെങ്കിലും പ്ലീസ്, എന്നെ രക്ഷിക്കണം. മോട്ടു പ്ലീസ്, ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല. എനിക്ക് മാപ്പ് തരണം മോട്ടു. ജോൺ, നീ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തതല്ലേ? ചെല്ല്, എന്റെ വക നീ ലോകമൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് വാ. Watch India's largest kids library only on Geo Hotstar. Download the app now.